ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. അപ്പോൾ ഇന്ന് ഞാൻ ഔട്ടിലുള്ള ഐറ്റം മാത്രം വെച്ചിട്ട് ഒരു നല്ലൊരു പുഡിംഗ് ആക്കിയോല്ലേ. ಅದಕ್ಕೆ ಬೇನ್ಮಾയത് ഞങ്ങൾ കോൺഫ്ലോർ മൈദ പാല് പഞ്ചാര ഈ 4 ഐറ്റം എല്ലാവരും ഔട്ടിലുണ്ടോണ്ട് വിചാരിக்கிறേ. സബ്സ്ക്രൈബ് ആക്കാണ്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ಹಾಕೋರು, ಇಷ್ಟ ಲೈಕ್ ಹಾಕೋರು, ಶೇರ್ ಹಾಕೋರು. അപ്പോൾ ഇത് ಬೇಗ എങ്ങനെ ಹಾಕೋರು ಅಂತ നോക്കാം. അപ്പം നമുക്ക് പുഡിംഗ് ഒരു 4 കപ്പ് പാല് ബീത്തണം. കപ്പ് ചെന്നി 4 ഗ്ലാസ്, ഒരു 3/4 ലിറ്റർ ഇക്കു, ಅದಕ್ಕೆ ഒരു 1/2 കപ്പ് പഞ്ചാര, ഒരു തെല്ല് വാനില എസൻസ്, അതുപോലെ ഒരു തെല്ല് എൽത്തരപ്പൊടി. വാനില എസൻസ് എൽത്തരപ്പൊടി ജണ്ടു ഇടണോണ്ടില്ല, ഏതെങ്കിലും ഒന്നിട്ടെങ്കിൽ ജണ്ടു ഇട്ടെങ്കിൽ നല്ല ഫ്ലേവർ ഇക്കറ അത്രമേ. അതിൽ പിന്നെ അത് നല്ല മിക്സ് ആക്കൊണ്ടങ്ങ. മിക്സ് ആക്കിയിട്ട് പാല് പൈക്കോಬೇಕನು. പാല് പൈക്കോ വെച്ച പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് റെഡിയാക്കുക. അതിൽ ഒരു 3 സ്പൂണ് മൈദ, 2 സ്പൂണ് കോൺഫ്ലോർ, 1 സ്പൂണ് കസ്റ്റർഡ് പൗഡർ. 3 സ്പൂണും കസ്റ്റർഡ് പൗഡർ എടുക്കണുണ്ടായി 3 സ്പൂണും കസ്റ്റർഡ് പൗഡർ എടുക്കുക. ഇല്ല 3 സ്പൂണ് കോൺഫ്ലോർ വേണമെങ്കിൽ അതും എടുക്കുക. ജണ്ടിൽ ഏതെങ്കിലും ഒന്നും ജണ്ടും വേണമെന്നില്ല, ജണ്ടും ഇന്നേ നല്ലൊരു ഫ്ലേവർ ഇക്കറ്. ಅದಕ್ಕೆ ഒരു 2-3 ಸ್ಪೂನ್ ತರ ಪಾಲ್ ಬೀತಿತ್ತು ಮಿಕ್ಸ್ ಹಾಕ. ಪಾಲು ಒರ್ಕತ್ಲೆಲ್ಲ ಬೀತೋ ತೀರ ತೆಲ್ಲು ಬೀತಿತ್ತು ಮಿಕ್ಸ್ ಹಾಕೋನು. ಇದು ಗಟ್ಟಿ ಎಂದು ಮಾವೋ ತೀರ ಅದಕ್ಕೆ ಇತ್ತು. അതിൽ പിന്നെ ഒരു 2 സ്പൂണ് കണ്ടൻസ് മിൽക്കും അതിൽ ബീത്തണം. ഇത് ഓപ്ഷണൽ വേണോണ്ടില്ല. അതിൽ പിന്നെ ഒരു വിസ്ക് വെച്ചിട്ട് ചന്ത മിക്സ് ആക്കണം. ഇതിൽ ഗട്ടി എന്തും മാവോ തീര അവിടെ കല്ലെന്തും കെട്ടോ തീര ಅದಕ್ಕೆ ഇത്ത്. പാല് ഇങ്ങനെ മുച്ചി വെച്ചിട്ട് പയബാറ്ററെങ്കിൽ ಬೇಗ പയക്കറ്. പാല് ഉറക്ക ഇങ്ങനെ ജസ്റ്റ് പയച്ച പിന്നെ ഒരു 5 നിമിഷം അങ്ങനെ ബിടണു. 5 നിമിഷം നല്ല പയക്കണു. പാല് ബത്തിത്ത് എന്ന് വേണ്ട, ഒരു 5 നിമിഷം പയബാറ്റിയ പയച്ച പിന്നെ പാടുക. അതിൽ പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഞങ്ങൾ റെഡിയാക്കി വെച്ച മിക്സ് നല്ല വിസ്കാക്കി കൊടുക്കണം. ബീത്തുമ്പോൾ നല്ല സ്ലോ എല്ലാ ഉറക്കത്തിലേ ബീത്തോ തീര തെൽത്തെല്ലായിട്ട് ബീത്തുമ്പോൾ നല്ല വിസ്കാക്കി കൊടുത്തോണ്ടിരിക്കണു. ഗ്യാസ് ഓഫ് ആക്കണു. ಗ್ಯಾಸ್ ಆನ್ ಇಕ್ಕೋತೀರ. ಗ್ಯಾಸ್ ಆನಿನೇ ಒರ್ಕತ್ಲೆ ಕಲ್ಲು ಕೆಟ್ಟರದಕ್ಕೆ. അതിൽ പിന്നെ ഞാനൊരു ഓറഞ്ചിറോ ഇങ്ങനെ ജസ്റ്റ് ഓറഞ്ചിറോ തോലിത് ഗ്രേറ്റ് ആക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ ഞങ്ങൾ പുഡിങ് അങ്ങനെ എന്തെങ്കിലും നല്ലൊരു ഫ്ലേവർ എത്തിക്കറ്. അതുപോലെ നല്ലൊരു ടേസ്റ്റ് ഇക്കറ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കൂ. ഇത് ഓപ്ഷണൽ വേണോണ്ടില്ല, നണ്ടൊരു ഇഷ്ടത്തേക്ക് ഞാൻ അങ്ങനെ ആക്കറേ. എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടിട്ടു. ഇത് ജസ്റ്റ് മിക്സ് ആക്കിയ പിന്നെ ഞങ്ങൾ ഗ്യാസ് ഓൺ ആക്കണം. ഓൺ ആക്കിയിട്ട് ഒരു മീഡിയമും സ്ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 2-3 നിമിഷം നല്ല മിക്സ് ആക്കണം. എന്തി ചെന്നെങ്കിൽ മൈദും കോൺഫ്ലോർ എന്ത് ಬೆಂದತ್ತಿಕ್ಕಿಲ್ಲ, ಜಸ್ಟ್ ಅದು ಮಿಕ್ಸ್ ಇರತ್ತರಮೆ ಬೆಂದತ್ಲೆ ಅದು ಬೇವಾಗೈತೆ. ഒരു 2-3 ನಿಮಿಷ ಕರೆಕ್ಟ್ ഒന്ന് വിസ്ക് ആക്കി കൊടുത്തോ ഇക്കണോ. ഇത് കല്ല് കെട്ടോക്കും ഗട്ടിയാവുകെന്തും ಬಿಡೋತೀರ. ഇപ്പോൾ റെഡി ആയിര്. ഒരു 5 നിമിഷം കൂടി ಬೇಕುമ്പോൾ അത് ഒന്നുകൂടി സെറ്റ് ആവും. അതിൽ പിന്നെ ഞങ്ങൾ ഏത് ഇടത്തിൽ സെറ്റ് ആക്കറോ, ഇത് ഒരു ചെറിയ കിണ്ണ ഇഡ്ലിയുടെ കിണ്ണ അങ്ങനെ ലിക്കറല്ലേ അങ്ങനത്തെ അതിൽ വെച്ച് സെറ്റ് ആക്കിയ ഇല്ല ഞങ്ങൾ വലിയ ജ്യൂസ് കുടിக்கிற ഗ്ലാസ്ക്കും ചന്ത എണ്ണയെല്ലാം ബീത്തി എണ്ണ ചന്ത ഒരസിത്ത് ആക്കി അത് പിന്നെ ചെറിയാക്കിയിട്ട് ഒരു 3 പീസാക്കി കട്ടാക്കിയ ഇങ്ങനെ ചെറിയ ബൗളില്ലാണ്ടായെങ്കിൽ ജ്യൂസ് കുടിக்கிற ഗ്ലാസ്സിലും 3 പീസാക്കിയ ബട്ട് എണ്ണ ഒരസു മറക്കോത്തീര. അതിൽ പിന്നെ ഒരു 3/4 ಗಂಟೆ ഞങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ആക്കണം. ഫ്രിഡ്ജിൽ ബേക്ക് 8 ಗಂಟೆത്തോളം ಬೇಕನು. ഫ്രീസറിൽ വെച്ച ആ നേരം കൊണ്ട് ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ റെഡിയാക്കാം. അതിക്ക് 3 സ്പൂണ് ചോക്കോ പൗഡർ, 3 സ്പൂൺ പഞ്ചാര, 2 സ്പൂണ് കോൺഫ്ലോർ, അതുപോലെ 3 സ്പൂണ് തന്നി ബീത്തിട്ട് ചന്ത മിക്സ് ആക്കണം. തന്നി ಯಾರ ಬೀತೋ ತೀರ ಯಾರ ಬೀತಿಂಗ್ ಇದು ಮಿಕ್ಸ್ ಆವಿಲ್ಲ ಫುಲ್ ಕಲ್ಲಿങ്ങനെ ಕೆಟ್ಟರೆ ಚಂದ ವಿಸ್ಕ್ ಬೆಚ್ಚಿತ್ತೆ ಮಿಕ್ಸ್ ಹಾಕೋನು. അവിടെ ಗಟ್ಟಿ ಎಂದು ಮಾವು ತೀರ ಎಲ್ಲ ಕ್ಲಿಯರ್ ಐತಿಕ್ಕೋನು. അതിൽ പിന്നെ പയബാറ്റർ മുന്നോലും ഒരു 3 സ്പൂൺ തന്നിയും പാട്ടൊക്കെ ബീത്തി കൊടുക്കണം. ടോട്ടൽ 6 സ്പൂൺ തന്നി. ഒന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് മിക്സ് ആക്കി വെക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇങ്ങനെ പയക്കറ്. അപ്പോൾ 1 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഇല്ലാണ്ടെങ്കിൽ നെയ്യ് ഏതെങ്കിലും ഒന്ന് അത് നല്ലൊരു സിൽക്കി ഫ്ലേവർ ബറോഗൈത്ത്. ഇങ്ങനെ ഗട്ടിയായി വരുമ്പോൾ ഗ്യാസ് അലക്ക സ്ലോ ആക്കണം. ആക്കിയിട്ട് ചന്ത വിസ്കിൽ മിക്സ് ആക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണിത് എങ്ങനെ സിൽക്കി ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ ಹಾಕೋವು. ಡಾರ್ಕ್ ಚಾಕ್ಲೇಟೇ ಬೇನುಂಟಿಲ್ಲ, ಚೋಕೋ ಪೌಡರ್ ಇನ್ನಂಗೆ ಮೇಯಾವು. ಇದು ನಂಗೆ ಕೇಕೆಲ್ಲ ಹಾಕೋವು, ಡೆಸರ್ಟ್ ಹಾಕೋವು, ಎಂದ್ರತಿಗೂ ಯೂಸ್ ಹಾಕ. ಸೇಮ್ ചോക്ലേറ്റ് ടേസ്റ്റേ ബണ്ട് ഞങ്ങൾക്ക്. അതിൽ പിന്നെ ഞാൻ തെല്ല് ബദം എടുത്തിട്ട് ജസ്റ്റ് റോസ്റ്റ് ആക്കിയിട്ട് ഒന്ന് ക്രഷ് ആക്കറേ. ഇതിക്ക് കൊട്ട ബദ ಬೇನುಂಟಿಲ್ಲ നേരത്തെ ഞങ്ങൾ സാധാരണ നിലക്കടല തൊലി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ക്രഷ് ആക്കിയ ഉണ്ടെങ്കിൽ നിലക്കടല ഇല്ലാത്തതിൽ ഞാൻ ബദ പിസ്ത എല്ലാം എടുത്തിರೋ.
அதில் ஒரு 3/4 ಗಂಟೆ ಆಯ ಪಿನ್ನೆ ಪುಡ್ಡಿಂಗ್ ಜಸ್ಟ್ ರಿಮೋಲ್ಡ್ ಹಾಕಂಗೆ ಇತ್ತು. ಮುಕ್ಕಾಲು ಗಂಟೆ ಯಾರೇ ಬೆಚ್ಚಂಗೆ ಅದು ಕಲ್ಲವರು അതിൽ പിന്നെ ഞങ്ങൾ ക്രഷാക്കി വെച്ച നട്ട്സ് ജസ്റ്റ് റോളാക്കി കൊടുത്തെങ്കിൽ ഇത്ത് നട്ട്സ് ഇഷ്ടമില്ല ഇല്ല നട്ട്സ് ഇല്ലാണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് റോളാക്കി എടുത്തെങ്കിൽ ഇത്ത് ജനറൽ ഏതെങ്കിലും ഒന്നാക്കിയെങ്കിൽ മെയ്യാവും. അപ്പം എല്ലാം ഞങ്ങൾ ഇങ്ങനെ നട്ട്സിൽ റോളാക്കി എടുക്കണം. അതിൽ പിന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ചോ ചോക്ലേറ്റ് ഗനാഷ് ഞാനൊരു കുപ്പിയിലാക്കിയത് നിങ്ങൾക്ക് പൈപ്പിംഗ് ബാക്കിൽ ഇല്ല സ്പൂണിൽ ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുത്തേ ടോപ്പിങ്സ് ഞാൻ ജസ്റ്റ് മേലിൽ ഇട്ട് കൊടുത്തേ. നിങ്ങൾക്ക് ഫുള്ളും അങ്ങനെ ഇടാനുണ്ടായെങ്കിൽ അങ്ങനെ ഇടാം. ജസ്റ്റ് എങ്ങനെയെങ്കിലും വെച്ച് ഡെക്കറേഷൻ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിൽ പിന്നെ അതിൻ്റെ മേലിൽ നത്തിൽ പിസ്ത പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുത്തേ. നിങ്ങൾക്ക് വേറെ എന്തായെങ്കിലും ചോക്കോ നട്ട്സ് അങ്ങനെ വേറെ എന്തായെങ്കിലും ഷുഗർ കാരമലൈസ് എന്ത് ബേക്കറിങ്ങും ബേക്കാം. ഇപ്പം നിങ്ങൾക്ക് കണ്ട് നല്ല സോഫ്റ്റായിട്ടും ക്രീമി ആയിട്ടുള്ള ഔട്ടിലുള്ള സാമാനം വെച്ച് മാത്രമാണ് അവർ പുഡിംഗ് ആക്കിയത്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കണം. താങ്ക് യു സോ മച്ച്.